ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള എൻ്റെ കാര്യങ്ങളാണ് ഞാൻ അതിൽ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ദേ റൂബീനെ കൊഞ്ചിക്കണം കേട്ടോ. അപ്പോൾ റൂബി എൻ്റെ വീട്ടിലത്തെ ഒരു പട്ടിക്കുട്ടിയാണ്. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് പല്ല് വയ്ക്കാൻ പോയി. അപ്പോൾ പല്ലൊക്കെ തേച്ച് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫേസ് വാഷിന് യൂസ് ചെയ്യുന്നുണ്ട് സാലിസിലിക് ആസിഡിൻ്റെ ഡെർമാക്കോൻ്റെ ഒരു ഫേസ് വാഷ് ആട്ടോ. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 ബോട്ടിൽ അതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പെട്ടെന്ന് അത് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കിയ ഒരു യൂസിൽ തന്നെ അത് ഒറ്റ വാഷിൽ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവുന്ന പോലെ തോന്നും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡെയിലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് അല്ല എക്സസൈസാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഡാൻസറൊക്കെയാണ്, ഞാൻ ഭരതനാട്യം ഡാൻസറാണ്. അപ്പോൾ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 31 സെറ്റ് എക്സസൈസാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാണ് അതിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഭയങ്കര സ്പീഡായിട്ട് പോകണ കാരണം ഓരോന്നും ക്ലിയറായിട്ട് മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ കൈക്കുള്ളതും ഇപ്പോൾ അരമണ്ഡലം നല്ല സ്ട്രോങ് ആവാനും മുഴുമണ്ഡലം സ്ട്രോങ് ആവാനും പിന്നെ നല്ല ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ എക്സസൈസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ചെയ്യണമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ സാറ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ ഡിപ്ലോമ ചെയ്യണ്ടേ. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞേക്കുന്നത് ഡെയിലി ചെയ്താൽ നമ്മുടെ ആ ഒരു നല്ല അരമണ്ഡലത്തിൻ്റെ ആ സ്ട്രെങ്ത്തും നല്ല കാലിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കാലിൻ്റെ ഒക്കെ കഴിഞ്ഞു. ദേ നെക്ക് എക്സസൈസൊക്കെ തുടങ്ങി. പിന്നെ അത് കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്പീഡിലിട്ട കാരണം നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ ഒക്കെ ഇതേ ചെയ്തു. പിന്നെ ഞാൻ മറ്റേ എന്താ പറയുക കഴുത്ത് കിളക്കി നോക്കുന്നുണ്ട്. പിന്നെ ഈ ചിരിക്കണത് പിരിക ഇളക്കിയിട്ടും ചിരിക്കണ എക്സസൈസാട്ടോ. ഇനി അത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ സൂചിക്ക് ഇരിക്കാൻ നോക്കിയതാട്ടോ. അത് എത്തിയിട്ടില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അതിലേക്ക് എത്തിക്കണം. ഇനിയിപ്പോൾ ഇതേ ജമ്പിങ് ജാക്സ് പോലത്തെ കാലൊക്കെ സ്ട്രെച്ച് ഫുള്ള് ഇനി ഇനി സ്ട്രെച്ചിങ് എക്സസൈസിൻ്റെ സെറ്റാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു വിധമായി ഭയങ്കര ടയേർഡായിട്ടാണ്. പിന്നെ അടുത്ത് ഞാൻ ആലോചിക്കുക ഇനി എന്തായിരുന്നു സാറ് പറഞ്ഞേക്കണമെന്ന്. പിന്നെ കിട്ടി വേഗം. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് 8 സെറ്റ് വീതമായിട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞു. അവസാനത്തെ എക്സസൈസിലേക്ക് കിടക്കുക. അപ്പോൾ ഞാൻ പുറത്ത് എന്തോ സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ട് നോക്കിയതാട്ടോ. റൂബി അവിടെ ഇരിക്കണ്ടേ. ഇനി പുറത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവൾ കുറയ്ക്കും ഭയങ്കരമായിട്ട്. പിന്നെ ദേ ജമ്പിങ് ആണ്. നല്ല ഹൈറ്റിൽ ചാടണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രേ പറ്റണുള്ളൂ. കാരണം പീരീഡ്സിൻ്റെ ഇന്ന് 4th ഡേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും ഞാനിത് മുടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഞാൻ ബെൻഡിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്ക് ബെൻഡൊന്നും അങ്ങോട്ട് വരണില്ല. കുറച്ചും കൂടി ചെയ്ത് ഇതൊരു സെറ്റാക്കണം. ഇനി ഞാനിപ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു 20 വരെയൊക്കെ ഞാനിങ്ങനെ മുഴുമണ്ഡലത്തിൽ നിന്ന് ചാടാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യണ ഒരു ബട്ടർഫ്ലൈ ആണ് ചെയ്യണേ. അപ്പോൾ ബട്ടർഫ്ലൈ കാലം കിട്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ മുട്ടാനായിട്ട്. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല ടയേർഡായി. പിന്നെ എന്നാൽ യൂണിഫോമൊക്കെ കൊടുക്കണം കുട്ടികൾക്ക് ഡാൻസ് സ്കൂളിൽ. അപ്പോൾ അവരുടെ പേരും എത്ര സൈസ് വേണമെന്നൊക്കെ ഞാൻ എഴുതി വെക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ച.